കഴിഞ്ഞ വീഡിയോയിൽ നാം വിവരശേഖരണ ഘട്ടം ചർച്ച ചെയ്തു. അതിൽ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റായ നിങ്ങൾ ഓൺബോർഡ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന വിൽപ്പനക്കാരെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നേടുന്നു. അവരുടെ കോൺടാക്ട് വിശദാംശങ്ങൾ, ബിസിനസ് വിശദാംശങ്ങൾ, ഓപ്പറേഷണൽ ലോജിസ്റ്റിക് വിശദാംശങ്ങൾ എന്നിവ. ഈ വീഡിയോയിൽ ഒരു കാറ്റലോഗ് എന്താണെന്നും നല്ല നിലവാരമുള്ള കാറ്റലോഗിന്റെ പ്രാധാന്യവും ഒരു കാറ്റലോഗിന്റെ വിവിധ ഭാഗങ്ങൾക്കുള്ള ഏറ്റവും മികച്ച സമ്പ്രദായങ്ങൾ എന്തൊക്കെയാണ്, പ്രൊഡക്റ്റ് ടൈറ്റിൽ എന്താണ് എന്നിവയും കൂടാതെ ചിത്രങ്ങളെയും പ്രധാന ഫീച്ചറുകളെയും കുറിച്ചും പ്രോഡക്റ്റ് സവിശേഷതകൾ, ആട്രിബ്യൂട്ടുകൾ കൂടാതെ ഫിൽട്ടറുകൾ എന്നിവയെക്കുറിച്ചും നിങ്ങൾ പഠിക്കും. എന്താണ് ഒരു ഇ-കൊമേഴ്സ് കാറ്റലോഗ്? എല്ലാ കാറ്റലോഗിലും രണ്ട് പ്രധാന ഘടകങ്ങൾ ഉൾപ്പെടുന്നു. വാങ്ങുന്നവർക്ക് അദൃശ്യമായി തുടരുന്ന ഡാറ്റാബേസ്, അവർക്ക് ദൃശ്യവും ആക്സസ് ചെയ്യാവുന്നതുമായ ഡിസ്പ്ലേ അല്ലെങ്കിൽ യൂസർ ഇന്റർഫേസ്. ഡാറ്റാബേസ് ഉൽപ്പന്ന വിവരങ്ങൾ സൂക്ഷിക്കുന്നു. ഓൺലൈനിൽ വിൽക്കുന്ന ഓരോ ഉൽപ്പന്നത്തിനും ചില വിവരങ്ങളുണ്ട്. അത് ഡാറ്റാബേസിൽ സൂക്ഷിക്കേണ്ടതാണ്. ഉൽപ്പന്നത്തിന്റെ പേര് അല്ലെങ്കിൽ ടൈറ്റിൽ, പരമാവധി റീറ്റെയിൽ വില, വിൽപ്പന വില, ഇൻവെന്ററി അല്ലെങ്കിൽ ലഭ്യമായ ക്വാണ്ടിറ്റി, പ്രധാന സവിശേഷതകൾ, ഉൽപ്പന്നത്തിന്റെ വിവരണം കൂടാതെ പതിവായി ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്നിവ ഈ വിവരങ്ങളിൽ ഉൾപ്പെടുന്നു. ഡാറ്റാബേസിൽ സംഭരിച്ചിരിക്കുന്ന ഈ വിവരങ്ങളുടെ ചിത്രീകരണമാണ് ഡിസ്പ്ലേ അല്ലെങ്കിൽ യൂസർ ഇന്റർഫേസ്. ഇത് സാധാരണയായി ഒരു വെബ് പേജിന്റെയോ മൊബൈൽ ആപ്ലിക്കേഷൻ പേജിന്റെയോ രൂപത്തിലാണ് വാങ്ങുന്നവർ കാണുന്നത്. ഈ വെബ് പേജ് അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ പേജ് ഒരു പ്രത്യേക ഉൽപ്പന്നത്തിന് പ്രത്യേകമായുള്ളതാണ്. കൂടാതെ പ്രൊഡക്റ്റ് ഇമേജുകൾ, വിൽപ്പന വില, ഉൽപ്പന്നത്തിന്റെ പരമാവധി റീറ്റെയിൽ വില എന്നിവ പോലെ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഉൾപ്പെടുന്നു. ഈ പേജിൽ ബൈ നൗ, ആഡ് ടു കാർട്ട് ബട്ടണുകളും ഉണ്ടായിരിക്കും. ഒരു പ്രത്യേക ഉൽപ്പന്നത്തിനായി സൃഷ്ടിച്ച സവിശേഷ വെബ് പേജ് അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ പേജിനെ ഇ-കൊമേഴ്സ് ഭാഷയിൽ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ പേജ് അല്ലെങ്കിൽ PDP എന്ന് വിളിക്കുന്നു. ഒരു ഇ-കൊമേഴ്സ് കാറ്റലോഗിൽ എന്താണുള്ളതെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. എന്നാൽ ഓൺലൈൻ വിൽപ്പനയ്ക്ക് ഉയർന്ന നിലവാരമുള്ള കാറ്റലോഗ് നിർണായകമാകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അതിന്റെ കാരണം ഇതാ. ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് വിൽപ്പനക്കാരനെ നേരിട്ട് കാണാനോ സ്റ്റോർ നേരിട്ട് സന്ദർശിക്കാനോ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനോ കഴിയില്ല. പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കസ്റ്റമർക്ക് ലഭിക്കുന്നത്. എന്നാൽ ഉൽപ്പന്നം ലഭിക്കുന്നതിന് മുമ്പ് പണമടക്കേണ്ടി വരാം. അതിനാൽ ഒരു പർച്ചേസ് തീരുമാനം എടുക്കുന്നതിന് ആവശ്യമായ എല്ലാ വിവരങ്ങളും ചിട്ടയോടെയും സംക്ഷിപ്തവുമായ രീതിയിൽ വാങ്ങുന്നയാൾക്ക് അവതരിപ്പിക്കേണ്ടത് നിർണായകമാണ്. നല്ല നിലവാരമുള്ള കാറ്റലോഗ് ഉൽപ്പന്നത്തിന്റെ വിൽപ്പനക്കാരനിൽ വിശ്വാസം വളർത്താൻ സഹായിക്കുന്നു. കൂടാതെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരത്തിലും. ഒരു കാറ്റലോഗ് സൃഷ്ടിക്കുന്നതിന് ഉൽപ്പന്ന വിവരങ്ങൾ ആവശ്യമാണ്. ഈ വിവരങ്ങൾ നേടുന്നതിന് സെല്ലർ നിർദ്ദേശിച്ചിരിക്കുന്ന ചില സ്രോതസ്സുകളും മാർഗങ്ങളും ഇവിടെയുണ്ട്. ഒരു ബ്രാൻഡിന്റെ കാറ്റലോഗിന്റെ ഫിസിക്കൽ കോപ്പികൾക്ക് സാധാരണയായി എല്ലാ വിവരങ്ങളും സവിശേഷതകളും ഉണ്ടാകും. വിവരങ്ങളൊന്നും ലഭ്യമല്ലെങ്കിൽ ONDC നെറ്റ്വർക്കിൽ വിൽക്കുന്ന ഒരു ഉൽപ്പന്ന നിർമ്മാതാവ് ബ്രാൻഡ് കണ്ടന്റും വിവരങ്ങളും സൃഷ്ടിക്കേണ്ടതുണ്ട്. ഉയർന്ന നിലവാരമുള്ള കാറ്റലോഗ് വിൽപ്പനക്കാരെ ഇനി പറയുന്ന രീതിയിൽ സഹായിക്കുന്നു. വിൽപ്പന മെച്ചപ്പെടുത്തുന്നു, റിട്ടേണുകൾ കുറയ്ക്കുന്നു, ഉപഭോക്താക്കൾക്ക് ശരിയായ ഉൽപ്പന്നം തിരഞ്ഞെടുക്കാൻ വേണ്ട സമയം കുറയ്ക്കുക, ഉപഭോക്തൃ അന്വേഷണങ്ങളും ബന്ധപ്പെടലും കുറയ്ക്കുന്നു, സെല്ലർ റേറ്റിംഗുകൾ മെച്ചപ്പെടുത്തുന്നത് വഴി ആവർത്തിച്ചുള്ളതും പുതിയതുമായ ഓർഡറുകൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പൻസിനെ മൂന്നാം കക്ഷി കാറ്റലോഗിംഗ് സേവനദാതാക്കളിൽ നിന്നും സഹായം നേടാവുന്നതാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള എല്ലാ വിൽപ്പനക്കാരുടെയും ആവശ്യകതകൾ ഏകീകരിക്കുകയും ഈ വിൽപ്പനക്കാർക്കായി ഏറ്റവും മികച്ച ഡീൽ ചർച്ച ചെയ്യുകയും അല്ലെങ്കിൽ നിങ്ങളുടെ വിൽപ്പനക്കാർക്കായി ഒരു ഇൻ-ഹൗസ് കാറ്റലോഗ് ക്രിയേഷൻ ടീം ഉണ്ടാക്കുകയും വിൽപ്പനക്കാരുടെ ഓൺബോർഡിംഗും ലിസ്റ്റിംഗും പ്രോത്സാഹിപ്പിക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും ഒരു ചെറിയ ഫീസ് ഈടാക്കുകയും ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് ഒരു പ്രത്യേക ബ്രാൻഡ് കാറ്റലോഗിങ്ങിനായുള്ള ഡാറ്റ സൃഷ്ടിക്കാനും ഒരു പ്രത്യേക ബ്രാൻഡിന്റെ ഒരേ ഉൽപ്പന്നങ്ങൾ ഓൺലൈനിൽ വിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നിലധികം വിൽപ്പനക്കാർക്കായി ഈ ഡാറ്റ ഉപയോഗിക്കാനും കഴിയും. സമാന കാറ്റലോഗ് ആവശ്യകതകളുള്ള പുതിയ വിൽപ്പനക്കാർക്ക് മാർക്കറ്റ് ചെയ്യാൻ ആവശ്യമായ സമയം ഇത് കുറയ്ക്കും. സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പൻസിനെ ഒരൊറ്റ പ്രൊഡക്റ്റ് പേജ് സൃഷ്ടിക്കുന്നതിനുള്ള ചെലവ് നിരവധി വിൽപ്പനക്കാരുടെ ഇടയിൽ വീതിക്കാൻ കഴിയുന്നതിനാൽ വിൽപ്പനക്കാരന്റെ ചെലവും കുറയുന്നു. ഓരോ വിൽപ്പനക്കാർക്കും അവരുടെ മുൻഗണന അനുസരിച്ച് കാറ്റലോഗ് ഗുണനിലവാരത്തിൽ മാറ്റം വരുത്തുകയോ കൂടുതൽ മെച്ചപ്പെടുത്തുകയോ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് നിങ്ങൾ ഒരു ഡിജിറ്റൽ കാറ്റലോഗ് സൃഷ്ടിച്ച് ONDC നെറ്റ്വർക്കിൽ വിൽപ്പന ആരംഭിക്കുന്നത്. ഇപ്പോൾ ഒരു
ഡിസ്പ്ലേ എന്താണെന്നും ഒരു ഡാറ്റാബേസ് എന്താണെന്നും നിങ്ങൾക്കറിയാം. ഉയർന്ന നിലവാരമുള്ള കാറ്റലോഗിന്റെ വിവിധ ഘടകങ്ങളെക്കുറിച്ചും ഗുണനിലവാരവും കൃത്യവുമായ ഉൽപ്പന്ന വിവരങ്ങളും വിൽപ്പന പ്രക്രിയയിൽ എങ്ങനെയാണ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതെന്നും നിങ്ങൾക്കറിയാം. ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ നിങ്ങൾ പ്രൊഡക്റ്റ് ആട്രിബ്യൂട്ടുകളെ കുറിച്ച് പഠിക്കും. വാങ്ങുന്നവരെ അറിവോടെയുള്ള തിരഞ്ഞെടുപ്പ് നടത്താൻ സഹായിക്കുന്ന ഫീച്ചറുകളും ഉൽപ്പന്ന വിശദാംശങ്ങളുമാണ് ഇവ. കൂടാതെ എല്ലാ മത്സര ബ്രാൻഡുകൾക്കും ഉൽപ്പന്നങ്ങൾക്കുമിടയിൽ തന്റെ ഉൽപ്പന്നം വ്യക്തമായി നിർവചിക്കാൻ വിൽപ്പനക്കാരനെ സഹായിക്കുകയും ചെയ്യുന്നു.